ഇതുപോലെ മുസ്ലിമിന്റേതായ മതത്തിന്റെ നിയമങ്ങളുണ്ട്, വിശ്വാസിക്ക് വിശ്വാസിയുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കൽ ഒരിക്കലും വർഗീയതയല്ല. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ് മതസൗഹാർദ്ദം. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ്. മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടിച്ചേർന്ന് ആഘോഷിക്കലാണ്. അവരെ വേഷവിധാനം കോപ്പിയടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരെ പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഒരിക്കലും അല്ലേ അല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ, നല്ല തലപ്പാവ് ധരിച്ച് കമീസ് ധരിച്ച് നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ, ഒരു സയ്യിദിന്റെ വേഷത്തിൽ ഒരു മുസ്ലിമായ സുഹൃത്ത് നമ്മളെ പള്ളിയിലേക്ക് വന്ന് നമ്മൾ താല്പര്യപ്പെടും. ഇതുപോലെ അവർക്ക് അവരുടേതായ വേഷങ്ങളുണ്ട്. അവരുടെ വേഷങ്ങൾ അവരാഘോഷത്തിന്റെ ദിവസങ്ങളിൽ മുസ്ലിം കോപ്പിയടിക്കേണ്ട ആവശ്യം എന്താണ്? മുസ്ലിം അത് അനുകരിക്കേണ്ട ആവശ്യം എന്താണ്? അത് മതസൗഹാർദ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയങ്ങളിൽ കടന്നു ചെല്ലലോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേഷവിധാനങ്ങൾ, ആ വേഷവിധാനങ്ങളെ കോപ്പിയടിക്കലോ അല്ല. മറിച്ചോ എന്താണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അനുമതി നൽകലാണ്. അതിനവർക്ക് സ്വാതന്ത്ര്യം നൽകലാണ്. അതാണ് അല്ലാഹുവിന്റെ ഖുർആനും പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ ദീനിന്റെ ആശയവുമായി ജീവിക്കാം. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാം. ഒരിക്കലും മറ്റു മതക്കാരൻ അവന്റെ ആരാധനാലയങ്ങളിൽ കയറി ചൊല്ലുമ്പോഴോ അവന്റെ ആരാധനക്ക് ആവശ്യമായ വേഷവിധാനം ധരിക്കുമ്പോഴോ അവനെ ഇകഴ്ത്താനോ അവനെ കളിയാക്കാനോ അവനെ കുറ്റപ്പെടുത്താനോ അവനെ ചീത്ത വിളിക്കാനോ അവനെ കുറവാക്കി പറയാനോ ഇസ്ലാം അനുവദിച്ചിട്ടേ ഇല്ല. അവനിക്ക് അവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ മുസ്ലിമിന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓ എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള്, പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ. മറ്റ് മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അത് ജീവിതത്തിൽ കൈയൊഴിച്ചേക്കണേ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, തങ്ങളവറുകൾ വരികയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികള്, യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കലാണ്. ഉദ്ഹിയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, എന്താണ് ഉദ്ഹിയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ? ഉദ്ഹിയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി ബലിയറുത്ത മാംസമാണ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയറുത്ത മാംസമാണ്. ആ മാംസം നമ്മുടെ ഏത് അള്ളാഹ്ക്ക് വേണ്ടി അറുത്തൊരു മാംസമാണ്. അതൊരു ഇബാദത്താണ്. അല്ലേ അല്ലേ? ഉലുഹിയ്യത്ത് ഇബാദത്തല്ലേ? അല്ലേ അല്ലേ? കൊല്ലം ഭാഗത്തൊന്നും ഉലുഹിയ്യത്ത് ഇബാദത്തായിട്ടില്ല. ഉലുഹിയ്യത്ത് ഇബാദത്താണ്. ആ ആരാധനയിൽ, നമ്മൾ ചെയ്ത ആരാധനയിൽ, ആ ആരാധനയിൽ ഒരിക്കലും നമ്മൾ മറ്റു മതക്കാരെ കൂറു ചേർക്കരുത്. അവരെ നമ്മൾ ആരാധനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ അവരെ കൊണ്ടും ഭക്ഷിപ്പിച്ചിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ബലിയറുത്തത് കഴിക്കാൻ അവർ താല്പര്യപ്പെടൂല. അതുകൊണ്ട് ആ മുസ്ലിമെ ഉദ്ഹിയ്യത്തിന്റെ മാംസം നമ്മൾ ആ മുസ്ലിമീങ്ങൾക്ക് നൽകരുത് എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് ചിലർ ചോദിക്കുകയാണ്, വർഗീയതയല്ലേ മുസ്ലിയാരെ? അല്ലാതെ ആയിരക്കണക്കിന് ആടുമാടുകളെ അറുത്തോളൂ, മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്തോളൂ, മുസ്ലിമിന് വിതരണം ചെയ്തോളൂ, അല്ലാത്ത മതക്കാരന് വിതരണം ചെയ്തോളൂ, മതമില്ലാത്തവന് വിതരണം ചെയ്തോളൂ. ഇവിടെ തടസ്സം പറയാനില്ല. ദൈവ
ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവത്തിനെ വിശ്വസിക്കാത്ത ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി, ആ നിരീശ്വരവാദി ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്റെ മേലെ വലിയർത്ത ഭക്ഷണം കഴിക്കാൻ? അവനെ കൊണ്ടുപോയി ഇത് കഴിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അവൻ ഇഷ്ടപ്പെടാത്തത് അവൻ അറിയാതെ കഴിപ്പിക്കുന്നതിന് പകരം ഓ മുസ്ലിമേ, അതുകൊണ്ട് ആ ശറഇൽ ഉളഹിയ്യത്തിന്റെ മാംസം നീ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ മതസൗഹാർദ്ദത്തിനെതിരായതുകൊണ്ടല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കുറ്റ്യാടി സിറാജുലുദയിൽ സേവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത്, അദ്ദേഹത്തോട് ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചു പോവല്ലേ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. ഞാൻ ചോദിച്ചാ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ ഇയാൾ പറഞ്ഞു സമയമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ മാല ധരിച്ചതാണ്. മാല ധരിച്ചാൽ നിങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ല. ഞാൻ അയാളോട് എന്ത് വർഗീയതയുള്ള മതാണോ എന്ന് ചോദിച്ചു. ഇല്ല. ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. ഇല്ല. അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്, അല്ലെങ്കിൽ അയാള് മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്. അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല, ഞാൻ അയാളോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്, എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. എനിക്കത്തെ ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ആളുകൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ ഒരിക്കലും മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങളും കോപ്പിയടിക്കുന്നവനായി മുസ്ലിം മാറിക്കൂടാ. നമുക്ക് നല്ല നല്ല ആചാരങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളുണ്ട്, ജീവിതത്തിൽ ചെയ്യേണ്ട ആചാരങ്ങളുണ്ട്. റബീഉൽ അവ്വൽ കടന്നു വരുന്നത്, ആ റബീഉൽ അവ്വൽ കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ മൗലിദ് നടക്കണം. നമ്മുടെ വീടുകളിൽ വെച്ച് മൗലിദ് ഓതണം, നമ്മുടെ മക്കളെയും കൂട്ടിയിട്ടിരുന്ന് ഓതണം. പറ്റുമെങ്കിൽ എല്ലാ നാട്ടുകാരെയും ഇഷ്ടപ്പെടുന്നവരെയും വിളിച്ചിട്ടൊരു സദസ്സ് സംഘടിപ്പിക്കണം. അതിന് പറയുമ്പോൾ പലർക്കും നേരമുണ്ടാകാറില്ല. മകന്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കാൻ ഭയങ്കര ജോറാണ്. മകന്റെ ബർത്ത്ഡേയുടെ ദിവസം കേക്ക് മുറിക്കാൻ ഭയങ്കര ജോറാണ്. ക്രിസ്ത്യാനികളുടെ ആചാരം കോപ്പിയടിക്കാൻ മുസ്ലിമേ നീ മുൻപന്തിയില്ല. സ്ഥാനത്ത് നിന്റെ ഈമാനിന് കാരണക്കാരനായി നിന്റെ ജീവിതത്തിലെ എല്ലാ നിയമത്തിനും വേണ്ടി പ്രവർത്തിച്ചു ഞാനും നീയും വിശ്വസിക്കുന്ന ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം വരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 4 പാട്ടിന്റെ 30 സെക്കൻഡുള്ള ക്ലിപ്പ് എടുത്തിട്ട് സ്റ്റാറ്റസ് മതിയായി. ആ സ്റ്റാറ്റസിൽ സ്നേഹം കാണിച്ചാൽ മർഹബാ റബീന് സ്വാഗതം, മർഹബാ റബീന് സ്വാഗതം എന്ന് എഴുതി വെച്ചാൽ ഭയങ്കരായി. അതേ സ്ഥാനത്ത് തന്റെ മകന്റെ ജന്മദിനം വരുമ്പോഴോ എന്റെ മകന്റെ ബർത്ത്ഡേയുടെ സന്തോഷം എന്ന് എഴുതിയാ മതിയാകുമോ? മതിയാകുന്നില്ല അല്ലേ? അതിന് നിനക്ക് കേക്ക് മുറിക്കണമല്ലേ? ആ കേക്ക് മുറിച്ചിട്ട് മകന്റെ വായിൽ വെച്ച് കൊടുക്കണമല്ലേ? അതുപോലെ ഇഷ്ടപ്പെടുന്നവന്റെ വായിൽ വെച്ച് കൊടുക്കണമല്ലേ? ഇല്ലാതെ നിനക്ക് മനസ്സിന് സമാധാനമില്ല. അതേ സ്ഥാനത്ത് ലോകത്ത് ആഘോഷിക്കാനും സന്തോഷിക്കാനും വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹൂ. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യമായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നിങ്ങൾ സന്തോഷിക്കൂ എന്നാണ് ഖുർആൻ. അതിന്റെ പേരിൽ മൗലിദ് ഓതാൻ നമുക്ക് നേരമില്ല. മൗലിദിന്റെ സദസ്സിൽ പോയി ഇരിക്കാൻ നമ്മൾ ജോറാണ്. എന്നാലും അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകാനല്ലാതെ അവിടെ ഇരുന്നിട്ട് ഒരല്പം മൗലായെങ്കിലും അറിയുന്ന വരിയെങ്കിലും കൂടെ ചൊല്ലട്ടെ എന്ന് ചിന്തിക്കാൻ ആളുകൾ ചുരുങ്ങിപ്പോയി. അതിനാളെ കിട്ടാനില്ല. അതേ സ്ഥാനത്ത് മൗലിദിന്റെ സ്റ്റാറ്റസ് വെക്കാൻ ആളുകൾ ജോറാണ്. അതിന്റെ പേരിൽ ഏതെങ്കിലും നല്ല പാട്ട് കിട്ടിയ സ്റ്റാറ്റസ് വെക്കാൻ ജോറാണ്. പോസ്റ്റ്
ചെയ്യാൻ നമ്മള് ജോറാണ്, ഫേസ്ബുക്കിലിടാൻ ജോറാണ്, ആശികീകളാണ് എന്ന് പറയും ജോറടിക്കാൻ നമ്മള് ജോറാണ്. ജീവിതത്തിൽ പ്രവർത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ ആളുകൾ ചുരുങ്ങിപ്പോയി. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ നാട്ടുകാരൻ മുഴുവനും വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഒരു സംവിധാനവും അതിനാവശ്യമായ സൗകര്യവും സാമ്പത്തികവും നിങ്ങൾക്കില്ലാതെ പോയെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം പ്രിയപ്പെട്ട മക്കളെയും കൂട്ടിയിട്ടെങ്കിലും ആ പരിശുദ്ധമായ റബീഉൽ അവ്വലില് വീട്ടിലിരുന്നിട്ടൊരു മൗലിദ് ഓതാനുള്ളൊരു സന്മനസ് ജീവിതത്തിൽ കണ്ടെത്തണേ ഉപ്പമാരെ, കണ്ടെത്തണേ ഉമ്മമാരെ, കണ്ടെത്തണേ ചെറുപ്പക്കാരെ. മറ്റു മതക്കാരന്റെ ആചാരങ്ങൾ കോപ്പിയടിക്കാൻ നമ്മൾ ജോറാണ്, മറ്റുള്ളവന്റെ ആചാരങ്ങളിൽ കൂറുചേരാൻ നമ്മൾ ജോറാണ്, മറ്റുള്ളവന്റെ ആചാരങ്ങൾക്കും ആശംസകൾക്കും എഴുതി വിടാൻ നമ്മൾ ജോറാണ്, അതിന്റെ പേരിൽ വസ്ത്രധാരണ നടത്താൻ നമ്മൾ ജോറാണ്, അവര് ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാനും നമ്മൾ ജോറാണ്, ആ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാനും നമ്മൾ ജോറാണ്. ഇതിന് പകരം എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ ഉണ്ടാകേണ്ടത് എന്താണ് എന്നറിയോ? റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വജൂദ് ആശിഖ ലോകത്തെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ മൗലിദ് ഓതാനുള്ള ഒരു സന്മനസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നല്ല മൗലിദ് ഓതാനുള്ള സദസ്സുണ്ട്. എവിടെ? മകന്റെ ബർത്ത്ഡേ ഉണ്ട്. ചില ആളുകളെ ന്യായാണ് മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ന്യായം കണ്ടെത്താണ്. എന്ത് അന്ന് മൗലിദ് ഓതിയിട്ട് ഉസ്താദിനൊക്കെ സംഭാവന കൊടുത്താലോ? അല്ലേ? ക്രിസ്ത്യാനിയുടെ ആചാരം കോപ്പിയടിക്കേണ്ട ആവശ്യം എന്താണ്? നിനക്ക് അങ്ങനെ ഉസ്താദിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റബീഉൽ അവ്വൽ കൊടുത്താ വാങ്ങാത്ത ഉസ്താദുമാരുണ്ടോ? റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനമാണ്. ലോകത്ത് ഒരു പണ്ഡിതനും ഒരു ആലിമീങ്ങൾക്കും തർക്കമില്ല. ഖുർആൻ പോലും എടുത്തു പറഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. ആ സന്തോഷത്തിന് വേണ്ടി ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാകുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കാൻ ഈ പണം ചെലവഴിച്ചു. അതിനു വേണ്ടി നീ മൗലിദ് ഓദിച്ചു. അതിനു വേണ്ടി നീ ഉസ്താദുമാരെ വിളിച്ചു. അത് പറയുമ്പോ ചില ആളുകളെ കയ്യിൽ പൈസ ഉണ്ടാവൂല. മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ന്യായം കണ്ടെത്തിയാണ്. അന്ന് മൗലിദ് ഓതിയിട്ട് ഉസ്താദിന് സംഭാവന കൊടുത്താലോ, ഉസ്താദിന് ഹദിയ കൊടുത്താലോ, ഉസ്താദിനെ സന്തോഷിപ്പിച്ചാലോ? അത് മകന്റെ മൗലിദിനുള്ള സന്തോഷാണ്, മകന്റെ ജന്മദിനത്തിന് വേണ്ടി സന്തോഷിക്കാനാണ്. എന്നാൽ ഏറ്റവും അർഹതപ്പെട്ട സന്തോഷത്തിന്റെ ഉടമയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. എന്റെ വിഷയമതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞത് മറന്നുപോയോ? റബ്ബ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ആ റബ്ബിന്റെ വദിക്കാ ഞാൻ പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം. ആ റബ്ബ് മനുഷ്യകുലത്തെ മുഴുവനും ആദരിച്ചിരിക്കുന്നു. ആ ആദരവിന്റെ വലുപ്പമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര വട്ടം ചോദിക്കുന്നു, രാവിലെ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതേ ദുആ തന്നെ ദുആ നിസ്കരിച്ചിട്ടും അല്ലേ? അതേ ദുആ തന്നെ ളുഹർ നിസ്കരിച്ചിട്ടും ദുആ ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. ഭൗതികവും ആത്മീയവുമായ സർവ്വ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ബഹുമാനമുള്ള ദുആ. രാവിലെ സുബ്ഹിക്ക് ദുആ ചെയ്തു, അതേ ളുഹാ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, ളുഹർ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, അസ്ർ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, മഗ്രിബ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, വഅബി നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തു, ഇശാ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, സുബ്ഹി നിസ്കരിച്ച് വീണ്ടും ദുആ ചെയ്യുന്നു. ആവർത്തിച്ച് ദുആ ചെയ്യുന്നു. അല്ലാഹ് എന്ത് പറഞ്ഞു? എന്തായി ചോദിച്ചെങ്ങനെ ചോദിക്കുന്നു? ഇതന്നെയല്ലേ രാവിലെയും ചോദിച്ചത്, ഇതന്നെയല്ലേ ളുഹറിനും ചോദിച്ചത്.
ഇത് തന്നെയല്ലേ ദുആസ്കരിച്ചിട്ടും ചോദിച്ചത്, ഇത് തന്നെയല്ലേ അസറുസ്കരിച്ചിട്ടും ചോദിച്ചത്, ഇത് തന്നെയല്ലേ മഗ്‌രിബിസ്കരിച്ചിട്ടും ചോദിച്ചത്? ഇല്ല. എത്രത്തോളം നീ ചോദിക്കുന്നുണ്ടോ ഉദ്ഉനി അസ്തജിബ് ലക്കും. അടിമയുടെ മനസ്സും അടിമയുടെ പോരായ്മയും അടിമയുടെ ളുഅഫും ആ മനുഷ്യന്റെ ദൗർബല്യതയെ കുറിച്ചും ഏറ്റവും അറിയുന്ന റബ്ബാണ് അല്ലാഹ്. ലോകത്തെ എല്ലാ മനുഷ്യന്റെയും ദൗർബല്യത്തെ കുറിച്ച് അറിയുന്നവനാണ് അല്ലാഹ്. അപ്പൊ മനുഷ്യന് തോന്നുകയാണ് എമ്മക്കെന്ത് ദൗർബല്യ ഉള്ളത് മുസ്ലിയാരെ? മനുഷ്യൻ എന്ത് ദൗർബല്യ ഉള്ളത്? മനുഷ്യനെ പോലെ കഴിവുള്ള ജീവി ഉണ്ടോ? നിങ്ങൾ നേരത്തെ ആനനെ കുറിച്ച് പറഞ്ഞില്ലേ, സിംഹത്തെ കുറിച്ച് പറഞ്ഞില്ലേ, നരിയെ കുറിച്ച് പറഞ്ഞില്ലേ, ടൈഗറിനെ കുറിച്ച് പറഞ്ഞില്ലേ, പല ജീവികളെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ജീവിച്ച നരികളില്ലേ, അന്നത്തെ കാലത്ത് ജീവിച്ച ആനകളില്ലേ, അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള മൃഗങ്ങളില്ലേ? ആ മൃഗങ്ങൾ 1500 കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടായോ? എന്തെങ്കിലും മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചോ? ഇല്ല ഇല്ല. അവരെക്കാൾ എത്ര ഉന്നതിയിലാണ് മനുഷ്യൻ അല്ലേ? അവരെക്കാൾ എത്ര ഉന്നതിയിലാ മനുഷ്യൻ. നിങ്ങൾ കണ്ടില്ലേ, ആനനെ ലോറിയിൽ കയറ്റിയിട്ട് പോയി അല്ലേ? ഇവിടെ കൊണ്ടുപോയില്ലേ? ആനനെ വലിയ ലോറിയിൽ 10 ടയറുള്ള ലോറിയിൽ കയറ്റിയിട്ട് ആനനെ കൊണ്ടുപോയി. കണ്ടിട്ടില്ലേ കൊണ്ടുപോകുന്നത്? ആ ആനനെ ലോറിയിൽ കയറ്റിയിട്ട് 10 വട്ടം കൊണ്ടുപോയിട്ടു. ആന ചിന്തിച്ചില്ലല്ലോ, ഈ ടയറുള്ള സാധനം മനുഷ്യനാണല്ലോ കണ്ടുപിടിച്ചത്. കാട്ടില് നമ്മക്കും വേണം ഇതുപോലൊരു സാധനം അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, JCB കേരളത്തിൽ വന്നപ്പോ ചില ആളുകൾ സമരം ചെയ്തു. പലരുടെയും ജോലി പോയി പോകൂന്ന് പേടിച്ചിട്ട് പലരും സമരത്തിനിറങ്ങി. രാഷ്ട്രീയം ഏതോ ആകട്ടെ, എനിക്ക് രാഷ്ട്രീയമില്ല കേട്ടോ. ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനല്ല പറഞ്ഞത്. ചില തൊഴിലാളി സംഘടനകൾ ഭയപ്പെട്ടു. JCB വന്ന പലരുടെയും ജോലി പോകുമല്ലോ. JCB ഓടിക്കുന്നവന് ജോലി കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചില്ല. ടിപ്പറുകാരന് ജോലി കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചില്ല. ഇരിക്കട്ടെ, ആ JCB വന്നപ്പോൾ ആന ചിന്തിച്ചോ, JCB വന്നപ്പോൾ എന്റെ ജോലി പോയല്ലോ, അതുകൊണ്ട് ആ JCB-യെ കാണുമ്പോ ഒരു ചവിട്ട് വെച്ചു കൊടുക്കണം. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ആന JCB-യെ ചവിട്ടിയത് നിങ്ങൾ കണ്ടോ? ഇല്ല. ഇതിന്റെ പേരിൽ എവിടെയെങ്കിലും ആനകൾ സമരം ചെയ്തത് കണ്ടോ? ഇല്ല. ഇതുപോലെ നിങ്ങൾ ഓരോന്നും ആലോചിച്ചോളൂ. 1500 കൊല്ലം കഴിഞ്ഞിട്ട്, 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മാറ്റവുമില്ല. 10 ടയറുള്ള ലോറിയിൽ കയറിയിട്ട് യാത്ര ചെയ്ത ആന ഇന്നുവരെ ഒരു ടയർ പോലും ഉണ്ടാക്കാൻ ചിന്തിച്ചില്ല. നമ്മക്കും വേണം കാട്ടിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം. എന്റെ കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ പെയ്തെടുക്കേണ്ടതില്ലല്ലോ. ഒരു JCB ഞങ്ങളും കണ്ടുപിടിച്ചാൽ മക്കൾക്കും എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കാൻ വലിയ സൗകര്യമാണ്. ആരോഗ്യം കൂടുതൽ ചെലവഴിക്കേണ്ടതില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇതുവരെ ഒരു ആന JCB കണ്ടെടുത്തിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു വാഹനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു യന്ത്രത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. 1500 കൊല്ലം മുമ്പുള്ള ആന ഇന്നും അതേ പടിയിൽ ജീവിക്കുന്നു. ഒരു മാറ്റവും പറയാനില്ല. ആനന്റെ അടുക്കൽ നിന്നതാ ചെറിയ പാപ്പാൻ. അയാൾ ചെറിയൊരു സാധനം ചവിട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ അവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, എന്റെ കൂടെ വലിയ മൂപ്പരുണ്ട് എന്ന് പറയുന്നത് ആന കാണുന്നുണ്ട്. പക്ഷേ ആ മൊബൈൽ ഫോൺ ഒന്ന് വാങ്ങിയിട്ട് എന്റെ കൈ കൊണ്ടൊന്ന് ചവിട്ടിയാൽ പൊട്ടാനേ സാധനമുള്ളൂ. ഒന്ന് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നോക്കിയിട്ട് എന്താ സാധനം എന്ന് കണ്ടുപിടിച്ചിട്ട് ആനകൾക്കിടയിൽ ഒരു നെറ്റ്വർക്ക് സംവിധാനിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ആനയുണ്ടായില്ല. ഇത് പൊട്ടിക്കേണ്ടതുണ്ടോ? ഇല്ല. പൊട്ടിക്കുകയൊന്നും ചെയ്യാതെ നല്ല വേണ്ട പോലെ ടേപ്പ് അമർത്തി വെച്ച് വേണ്ടതുപോലെ ടൈറ്റാക്കി വെച്ചിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ സ്പീക്കറിന്റെ ഉള്ളിലൂടെ കയറാൻ പറ്റുന്ന ഉറുമ്പുകളെ കണ്ടില്ലേ നിങ്ങൾ? ആ ഉറുമ്പതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ പോയി കറങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള വയറൊക്കെ മുറിച്ചു നോക്കിയിട്ടുണ്ട്. ആ ഉറുമ്പുകൾ ഇന്ന് വരെ ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള വയർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മനുഷ്യനോ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനെ കുറിച്ച്. വികസിപ്പിക്കാൻ എന്താണ് വകുപ്പ്? കൂടുതൽ വികസിപ്പിക്കാൻ എന്താ വകുപ്പ്? കൂടുതൽ വലുതാക്കാൻ എന്താ വകുപ്പ്? മെമ്മറി കാർഡിലാണല്ലോ സർവ്വതും കിടക്കുന്നത്. ഇനി മെമ്മറി കാർഡ് കൊണ്ടുപോയി തലച്ചോറിൽ പിടിപ്പിച്ചാൽ മനുഷ്യനത് റീഡ് ചെയ്യാനുള്ള വല്ല സംവിധാനം ഉണ്ടോ എന്ന് ചിന്തിക്കുകയല്ലേ അമേരിക്കക്കാരിൽ? അതിനെ കുറിച്ച് ആലോചിക്കുകയല്ലേ ശാസ്ത്രം? എന്താ ആലോചിക്കുന്നത്? മെമ്മറി കാർഡ് തലയിലേക്ക് വെച്ചു കൊടുത്താൽ നമ്മൾ ഈ സ്ഥാപനങ്ങളൊന്നും വേണ്ടതില്ല.
പഠിക്കേണ്ടതില്ലല്ലോ. മെമ്മറി കാർഡിൽ ഖുർആൻ കയറ്റിയിട്ട് അങ്ങ് കയറ്റി കൊടുത്താൽ പിന്നെ പഠിക്കേണ്ടതില്ലല്ലോ, ആലോചിക്കേണ്ടതില്ലല്ലോ, അധ്വാനിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും വിലപിടിപ്പുള്ള മെമ്മറി ആരെ കയ്യിലാണോ അവന്റെ തലയാണ് ഏറ്റവും വലിയ തല എന്ന് പറയാൻ അമേരിക്കക്കാരൻ ചിന്തിക്കുകയല്ലോ, ബിൽ ഗേറ്റ്സ് ആലോചിക്കുകയല്ലോ. എന്നിട്ട് നിങ്ങൾ പറയണോ മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ ദൗർബല്യമുള്ളവനാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുകയാണോ? 1500 കൊല്ലം മുമ്പ് അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ഉറക്കെ ചെല്ലണേ മുസ്ലിമേ. യഥാർത്ഥത്തിൽ എന്താ ദുഅഫ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. എന്താ നിങ്ങൾ ആലോചിച്ചു നോക്ക്. അന്നത്തെ കാലത്ത് അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുണ്ടായ സംവിധാനാണോ ഇന്നത്തെ കാലത്ത്? അല്ല. ഒരുപാട് 100 കണക്കിന് പതിമടങ്ങ് മനുഷ്യൻ വികസിച്ചിട്ടുണ്ട്. ശരിയാ, മനുഷ്യന്റെ ദൗർബല്യത്തിന് കുറവില്ല, മനുഷ്യന്റെ ദൗർബല്യത്തിനൊരു കുറവില്ല. അന്ന് കുതിരപ്പുറത്താ യാത്ര ചെയ്തത്, അന്ന് കഴുതപ്പുറത്ത് യാത്ര ചെയ്തത്, ഒട്ടകപ്പുറത്താ യാത്ര ചെയ്തത്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ വലത്തേക്ക് നോക്കിയപ്പോ ഈന്തപ്പനകൾ പിന്നാലെ ഓടുന്നത് പോലെ അവർക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നും നീ ട്രെയിനിൽ കയറിയാൽ റോഡിലേക്ക് നോക്കുമ്പോ മരങ്ങളൊക്കെ ഓടുകയാണ്, നീ അവിടെ ഇരിക്കുകയാണ് അല്ലേ? നിന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോ നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാവപ്പെട്ട മുത്തല്ലിം ട്രെയിൻ നീങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് നോക്കി. ഇടത്ത് ഭാഗത്തേക്ക് നോക്കിയപ്പോ ട്രെയിൻ ഭയങ്കര ജോറിൽ ഓടുകയാണ്. ഞാൻ മനസ്സിലാക്കി അൽഹംദുലില്ലാ കൃത്യസമയത്ത് ട്രെയിൻ എടുത്തിട്ടുണ്ടല്ലോ. അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോ റെയിൽവേ സ്റ്റേഷനിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ട്രെയിൻ എടുത്തിട്ടില്ല. അപ്പോഴാ എനിക്ക് മനസ്സിലായത് നേരത്തെ പോയത് എന്റെ ട്രെയിൻ അല്ല, നേരത്തെ പോയത് വേറൊരാളെ ട്രെയിനാണ്. പക്ഷെ എന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്റെ ട്രെയിനാണെന്ന്. അല്ല മുസ്ലിയാരെ, അത് നിങ്ങളെ കണ്ണിന്റെ തകരാറാണ്. നിങ്ങളും നാളെ ട്രെയിനിൽ കയറിയിട്ടൊന്ന് ഇരുന്ന് നോക്കിക്കോളൂ. ഇടത് ഭാഗത്ത് കൂടെ പോകുന്ന ട്രെയിൻ കണ്ടിട്ട് നിനക്കും തോന്നുകയാ നിന്റെ ട്രെയിൻ യാത്രയില് വലത് ഭാഗത്ത് കാലിയായ സ്ഥലമാണോ? അപ്പോഴാ അറിയുന്നത് നിന്റെ ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല, നിന്റെ ട്രെയിൻ മൂവ് ചെയ്തിട്ടില്ല, നിന്റെ ട്രെയിന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓ എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള്, പറയാൻ എത്രയാ നമുക്ക് പറയാനുള്ളത്. നീ കാറിൽ ഇരുന്നപ്പോ ആ കാറിൽ സ്പീഡിൽ യാത്ര ചെയ്യുമ്പോ നീ പുറത്തേക്ക് നോക്കി വാ, വലിയ തെങ്ങ്. എത്ര സ്പീഡിലാ മൂപ്പരോടുന്നത്, എത്ര സ്പീഡിലാ മൂപ്പരോടുന്നത്. ഓടുന്ന സ്പീഡിന്റെ കടുപ്പറിയണോ? നിന്റെ കാറിന്റെ മീറ്ററിലേക്ക് നോക്കിയാൽ അറിയാം നിന്റെ കാറ് ഓടുന്നത് 60 സ്പീഡിലാണോ? ആ തെങ്ങ് 60 സ്പീഡിൽ ഓടുന്നു എന്നാ നിനക്ക് തോന്നുന്നത്. നിന്റെ കാറ് 120 സ്പീഡിലാണോ? അനുവദനീയാണ് ഇവിടെ എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. കേരളത്തിലുള്ള ക്യാമറ നോക്കിയിട്ടേ വണ്ടി ഓടിക്കേണ്ടു, നിയമം പാലിച്ചിട്ടേ ഓടിക്കേണ്ടു. 120-ലും 140-ലും 160-ലും ഓടേണ്ട റോഡുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അവിടുത്തെ കഥയാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ ഇന്നലെ പ്രസംഗിച്ച മുസ്ലിയാര് 120 പോയാ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചൊന്ന് യാത്ര ചെയ്തിട്ട് 1500 ഫൈന് വന്നാൽ എന്റെ വീട്ടിലേക്ക് കത്തയച്ചത് കൊണ്ട് കാര്യം ഉണ്ടാകൂല. സ്പീഡ് ആലോചിക്കേണ്ടത് നിങ്ങളാണ്, ഓടിക്കുന്നവരാണ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. 120 സ്പീഡിൽ നീ കാർ യാത്ര ചെയ്യുമ്പോ പുറത്തേക്ക് നോക്കിയാൽ ആ വലിയ തെങ്ങ് നിന്നെക്കാൾ 10 ഇരട്ടി വലുപ്പമുള്ള തെങ്ങാകട്ടെ, 5 ഇരട്ടി വലുപ്പമുള്ള തെങ്ങാകട്ടെ, എത്ര വലുപ്പമുള്ള തെങ്ങാണെങ്കിലും മൂപ്പര് എത്ര സ്പീഡിലാ ഓടിയത്. മൂപ്പരെ പിന്നെ നോക്കുമ്പോ കാണുന്നില്ല. അപ്പോഴാ മനസ്സിലായത് മൂപ്പരോടിയതിന്റെ പേരിലല്ല, മൂപ്പര് സ്ഥലത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോ മൂപ്പരോടിയത് പോലെ എനിക്ക് തോന്നുകയാണ്. ആ തെങ്ങ് എന്റെ കൂടെ യാത്ര ചെയ്തത് പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. മുസ്ലിമേ, നിന്റെ ദൗർബല്യമാണ്. 1500
500 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചില്ലേ, ഇന്നോവ കണ്ടുപിടിച്ചില്ലേ, ഓടികൾ കണ്ടുപിടിച്ചില്ലേ, BMW കണ്ടുപിടിച്ചില്ലേ, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നിനക്ക് ആ തെങ്ങിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല, ആ ഈത്തപ്പനയൊത്ത് മരത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല, ആ പ്ലാവിനെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിഞ്ഞില്ല, ഏതെങ്കിലും ഒരു മണൽത്തരികളെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിഞ്ഞില്ല. മനുഷ്യ മനുഷ്യ നീ ദുർബലനാണ്. രണ്ടാഴ്ച മുമ്പ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത് എന്നറിയുന്നു? അബുദാബിയിൽ ഒരു സുഹൃത്തുണ്ട്, തൃശൂർ ജില്ലക്കാരനാണ്. അയാൾ ഒരു ദിവസം എന്നെ പരിചയപ്പെട്ടത് എങ്ങനെയാണ് എന്നറിയോ? അയാൾ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്തായാലും കാണണം, ഞാൻ അബുദാബിയിലുണ്ട് എന്നറിഞ്ഞപ്പോ വിളിച്ചതാണ്. അയാളോട് പറഞ്ഞു, ഞാൻ ബാപ്പന്റെ കൂടെയാണ്, എന്നാലും എനിക്കൊന്ന് കണ്ടിട്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം വേണം. അദ്ദേഹത്തെ കാണാൻ വേണ്ടി സമയം കണ്ടെത്തി. വിളിച്ചിട്ട് ഈ മനുഷ്യൻ എന്നോട് പറയാണ്, ഞാൻ ഒരുപാട് തവണ ഫ്ലൈറ്റിൽ കയറിയ ആളാണ്. മാസത്തിൽ 2 തവണ യാത്ര ചെയ്ത മാസങ്ങളുണ്ട്, മാസത്തിൽ 3 തവണ യാത്ര ചെയ്ത മാസങ്ങളുണ്ട്, മാസത്തിൽ ഒരുപാട് തവണ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ബാപ്പ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ബാപ്പന്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ഈ മനുഷ്യൻ പറയാണ്, കയ്യിൽ യാത്ര ചെയ്യാനുള്ള പൈസ ഉണ്ട് മോനെ, യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുണ്ട് മോനെ, അതുപോലെ പോരാ നാട്ടിലേക്ക് പോകാനുള്ള ലീവും കിട്ടാനുണ്ട്, നാട്ടിലേക്ക് പോകാൻ ധൈര്യം കിട്ടാനില്ല. ഒക്കെ കയ്യിലുണ്ട്, പക്ഷേ കയ്യിൽ ധൈര്യം കിട്ടാനില്ല, ബാക്കിയൊക്കെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ ധൈര്യം? അപ്പൊ ഇയാൾ പറയാണ്, ഫ്ലൈറ്റ് കയറാൻ ധൈര്യമില്ല, ഫ്ലൈറ്റ് കയറാൻ ധൈര്യമില്ല. ഞാൻ ചോദിച്ചു, ഫ്ലൈറ്റ് കയറാൻ എന്തിനാ ധൈര്യം? ഇയാൾ പറയാണ്, ഫ്ലൈറ്റ് കയറുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ച് ഒരാളെ പരിചയപ്പെട്ടു, ഒരു സദസ്സിൽ വെച്ച് സംഭാവന ചോദിച്ചപ്പോഴാണ് പരിചയപ്പെട്ടത് ഞാൻ ഓർക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോ ഹാജിയാരേത് വിളിച്ചു. അയാൾ സദസ്സിൽ പറഞ്ഞു, ഞാൻ ഹാജിയായിട്ടില്ല മോനെ, ഞാൻ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് നീ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്താ പോകണ്ടേ? അല്ലാഹു നമുക്കൊക്കെ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായ സിയാറത്തും റബ്ബ് എത്രയും പെട്ടെന്ന് അല്ലാഹു വഴി എളുപ്പമാക്കി തരട്ടെ. ദുആ ചെയ്തപ്പോൾ ഇയാൾ പറയാണ്, വേണ്ട മോനെ ഹജ്ജിന് പോകണ്ട. ഞാൻ ചോദിച്ചു, ഇയാൾ പറയാണ്, ഫ്ലൈറ്റ് കയറുന്നത് ആലോചിക്കാൻ തന്നെ പറ്റൂല, ഫ്ലൈറ്റ് കയറുന്നത് ആലോചിക്കാൻ തന്നെ പറ്റൂല. ഹജ്ജിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലൊന്ന് എത്തിച്ചേരണമെന്ന ചിന്തയില്ലാത്തത് കൊണ്ടല്ല, മറിച്ചോ ഫ്ലൈറ്റിൽ കയറുന്ന ഭയത്തെ കുറിച്ച് ആലോചിച്ചപ്പോ മനസ്സ് വരുന്നില്ല. ശരി തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇയാൾ പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു, ഈ സാധനം അങ്ങ് പൊന്തിപ്പോയാൽ ഇത് താഴെ എത്തുന്നത് വരെ എന്ത് ധൈര്യമുള്ളത്, ഇത് താഴെ ഇറങ്ങുന്നത് വരെ എന്ത് ധൈര്യമുള്ളത്. ഇന്ന് എന്നോട് ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഫ്ലൈറ്റിനെ പോലെ പേടിയുള്ള ഒരു വാഹനം എനിക്ക് വേറെ ഇല്ല, അതുകൊണ്ട് ഇറങ്ങുന്നത് വരെ എന്നോട് സംസാരിക്കണം, എന്റെ ശ്രദ്ധ തിരിച്ചു കളയണം. ഫ്ലൈറ്റിൽ കയറിയാൽ ഭയമാണ്, പേടിയാണ്. ഇതിന്റെ പേരിൽ ഫ്ലൈറ്റിൽ കയറാത്ത ആളുകളെ കണ്ടില്ലേ നിങ്ങൾ? ഇല്ലാത്തത് കൊണ്ടല്ല, ധൈര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മനസ്സിന് പേടി തട്ടിപ്പോയപ്പോൾ മനസ്സിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ വളരെ ദുർബലനാണ്, വളരെ ദുർബലനാണ്. നിങ്ങൾ ആലോചിച്ചു, നാട്ടിൽ കൊറോണ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? എന്നാ പിന്നെ അസമയത്ത് ഒരു വേദന വിളിച്ചുകൂടായിരുന്നു. ഇവിടെ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ അസമയത്തൊന്ന് വിളിച്ചുകൂടായിരുന്നു. കേരളത്തിൽ എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യം, ലോകത്തന്നെ എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ലോകം മുഴുക്കെ നേരിട്ടു. നേരിടണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ പണിയെടുത്തു മനുഷ്യൻ. മേപ്പ് വരച്ചു, ഇന്ത്യന്റെ മേപ്പ് പോലും ഇതുവരെ ഇത്ര ആത്മാർത്ഥമായിട്ട് ചിലപ്പം വരച്ചിട്ടുണ്ടാവില്ല. അതിനെക്കാളും ചോറിൽ കൈ കൊണ്ട് എത്ര അധ്വാനിച്ചിട്ടാണ് ഓരോ രേഖകളും, അതെ ഇതുവരെ യാത്ര ചെയ്ത ഓരോ മേഖലകളും അടയാളപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു മേപ്പ് അയാളുടെ ജീവിതത്തിൽ മുന്നേ വരച്ചിട്ടില്ല, ഇനി ജീവിതത്തിൽ കാലത്ത് വരക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമന്ത്രി യാത്ര ചെയ്ത ഒരു മേപ്പ് പോലും ഇതുവരെ അത്ര കൃത്യമായി വരച്ചിട്ടുണ്ടാവില്ല. എത്ര കൃത്യമായിട്ട് വരച്ചു, എന്നിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും കുറവുണ്ടായോ?
ഈ കൊറോണ എന്ന് പറയുന്ന സാധനം മൂപ്പരെ എത്തിപ്പിടിക്കാൻ എന്തെങ്കിലും ഒരു കുറവുണ്ടായോ? എവിടെ മൂപ്പരെവിടെ? അല്ലാഹു അഅലം. അല്ലേ? എന്തൊക്കെ മറുപടി പറയാനുണ്ടോ മനുഷ്യന്? എവിടെ ഈ കൊറോണ? കിട്ടിയിരുന്നെങ്കിൽ 4 ചവിട്ട് വെച്ച് കൊടുക്കായിരുന്നു അല്ലേ? ഇന്ന് വരെ സാധനം കണ്ടോ? കണ്ണുകൊണ്ട് കാണാൻ മനുഷ്യന് കഴിഞ്ഞില്ല. ആ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കാണാൻ കണ്ണുകൊണ്ട് കഴിയുന്നത് വേണമെന്നില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, മദ്രസയിൽ നമ്മൾ പഠിച്ചില്ലേ, അടക്കാ പക്ഷിയുടെ വലുപ്പം പോലും ഇല്ലാത്ത ചെറിയ പക്ഷികൾ ആനയെ പോലെയുള്ള വലിയ ജീവികളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയായിരിക്കും പഠിച്ച റബ്ബേ? ആ അടക്കാ പക്ഷിയുടെ വലുപ്പമുള്ള അല്ലെങ്കിൽ ചെറിയ ജീവി ആനനെ പോലും നശിപ്പിച്ചു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് എന്ന് തോന്നിയോ? അത് അടക്കയുടെ വലുപ്പമെങ്കിലും ഉണ്ടായിരുന്നു അല്ലേ? കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഈ സദസ്സിലിരിക്കുന്നവർക്കൊക്കെ കൊറോണയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന പോലെ മോനെ ഞാൻ തമാശ പറഞ്ഞതാ. സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് കൊറോണയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോയില്ലേ? എല്ലാവർക്കും ഭയായി പോയി. പിന്നെ മുഖം മറക്കുന്നതിന് പേടിയില്ല. ഏത് മുഖാന്നറിയോ? രാവിലെയും വൈകുന്നേരവും 5 നേരം നിസ്കരിക്കാറില്ലേ നീ? ആ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിലേക്ക് നോക്കി അത്ര ആത്മാർത്ഥത ഉണ്ടാകാറില്ല. 5 നേരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ സുജൂദിൽ നോക്കുമ്പോൾ കിട്ടലുണ്ടോ അത്ര ആത്മാർത്ഥതയില്ല? കണ്ണാടിയിൽ നോക്കിയിട്ട് എത്രയാ നീ മിനുക്കല്, എത്രയാ നീ നന്നാക്കല്, എത്രയാ നീ ജോറാക്കല്. ആ മുഖം നീ ബഹുമാനിച്ച് ആദരിച്ച മുഖല്ലേ? ആ മുഖത്ത് നീ മുഖമൂടി അണിഞ്ഞില്ലേ? മാസ്ക് ധരിച്ചില്ലേ? ധരിക്കൂല എന്ന് പറയാൻ അമേരിക്കയുടെ ഭരണാധികാരിക്ക് കഴിഞ്ഞു. കൊല്ലത്ത് ജീവിക്കുന്ന നീക്കും എനിക്കും കഴിഞ്ഞു എന്നല്ല ഞാൻ ചോദിച്ചത്. അമേരിക്ക ഭരിക്കുന്ന ഭരണാധികാരിക്ക് കഴിഞ്ഞു. ജപ്പാൻ ഭരിക്കുന്ന ഭരണാധികാരിക്ക് കഴിഞ്ഞു. എന്തിലധികം പറയാനാ? ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയാതെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ചൈനക്കാരന് കഴിഞ്ഞു. വലിയ സൈനിക ശക്തിയുള്ള ഭരണാധികാരികളാ ഞങ്ങൾ എന്ന് പറയുന്ന പല രാജ്യങ്ങൾക്കും കഴിഞ്ഞു. എല്ലാ സൈന്യങ്ങളും തോറ്റുപോയി, സർവ്വ സന്നാഹങ്ങളും തോറ്റുപോയി. പീരങ്കിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, തോക്കുകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, റോക്കറ്റുകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, യുദ്ധായുധങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വേറൊരു ഭരണാധികാരിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, മറ്റൊരു സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ഒറ്റ നോട്ടത്തിൽ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ അംഗീകരിക്കുന്നില്ലേ? ആ കൊറോണ എന്ന് പറയുന്ന ജീവി ലോകത്തെ മുഴുക്കെ അടക്കി ഭരിച്ചില്ലേ? മനുഷ്യ, നിന്റെ ലോഭത്രയാണ്, നിന്റെ ദൗർബല്യം എത്രയാണ്? ഇനി എന്തിലധികം പറയാനാ? ഇനി എന്തിലധികം പറയാനാ? ഭയങ്കരാണ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലേ? ഭയങ്കര ജോറാണ് എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചപ്പോൾ വായിക്കാൻ കിട്ടുന്നില്ല അല്ലേ? രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചപ്പോൾ വായിക്കാൻ കിട്ടുന്നില്ല. എന്നെ പത്രം വായിച്ചിട്ട് കിട്ടാത്തൊരു? ഇന്നലെ രാത്രിയിൽ ഉറങ്ങുമ്പോ ഞാൻ വളരെ കൃത്യമായി വായിച്ചിട്ടുണ്ടല്ലോ, ഒരു തകരാറുമില്ലല്ലോ. ഇപ്പൊ വായിച്ചു നോക്കുമ്പോ കിട്ടുന്നില്ല. അപ്പൊ ആ മുഖത്തൊന്ന് കൈകൊണ്ട് തടവി നോക്കിയത് കണ്ണട ഇല്ല അല്ലേ? അതുകൊണ്ടാ വായിക്കാൻ കിട്ടാത്തത്. ഇന്നലെ സ്വപ്നത്തിൽ വായിക്കുമ്പോ കണ്ണട ഉണ്ടായിരുന്നോ? എത്ര ജോറിലാ മോനെ പത്രം. ആ പത്രം വായിക്കുമ്പോ നീ കണ്ണട നോക്കി നടന്നോ? ഇല്ല. കണ്ണട നോക്കി നടന്നോ? ഇല്ല. മറിച്ചോ സ്വപ്നത്തിൽ വളരെ ജോറിൽ നീ വായിച്ചില്ലേ? എത്ര ജോറിലാ നീ വായിച്ചത്? ആ സ്വപ്നത്തിൽ നിന്റെ പിന്നാലൊരു നായോടിയില്ലേ? ആ നായോടിയപ്പോ നീ എത്രയാ പേടിച്ചത്? മനുഷ്യൻ ഭയങ്കര ജോറാണെന്ന് പറയുന്നത്. IT യുഗം ഭയങ്കര പുരോഗമിച്ചു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന IT യുഗം പുരോഗമിച്ചു എന്ന് പറയുന്ന ഈ IT യുഗത്തിന് വേണ്ടി ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന, ഏറ്റവും വലിയ മുതലാളിമാര്, വലിയ ജോലിക്കാരി ഗൂഗിൾ എന്ന് പറയുന്ന IT യുഗത്തിലില്ലേ? ഗൂഗിളില്ലേ? വിൻഡോസ് ഇല്ലേ? ഇതുപോലെയുള്ള കമ്പനികള്, വലിയ തസ്തികയില് ജോലി ചെയ്യുന്ന ആളുകൾ, ഭയങ്കര IT യിൽ പുരോഗതിയുള്ള ആളുകളാ. അവര് സ്വപ്നം കാണുമ്പോ
IT യുഗത്തിൽ അവരിങ്ങനെ സ്വപ്നത്തിൽ മനസ്സിലാക്കുകയാണ് ഇത് സ്വപ്നാണ്, അതുകൊണ്ട് പേടിക്കണ്ടില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കാണിച്ചു തരും, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കാണിച്ചു തരും. സ്വപ്നത്തിൽ ഇങ്ങനെ കാണുമ്പോ ഇത് സ്വപ്നാണ് എന്ന് വേർതിരിച്ചതിന്റെ പേരിൽ അയാൾ ഭയങ്കര ജോർണായതുകൊണ്ട് അയാൾ സ്വപ്നത്തെ വേർതിരിക്കുകയാണ്, പേടിക്കാതിരിക്കുകയാണ്. ഇല്ല മോനെ, സ്വപ്നത്തിൽ ആന വന്നാൽ ഏത് IT യുഗം അറിയുന്നവനായാലും, എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും, എത്ര വലിയ ഭരണാധികാരിയായാലും പേടിച്ചു പോയല്ലേ, പ്രാളപ്പെട്ടു പോയല്ലേ, നോക്കി വിളിച്ചു പോയല്ലേ, അട്ടഹസിച്ചു പോയല്ലേ. എന്താ കാരണമെന്നറിയോ? ദൗർബല്യമാ.